ശാസ്ത്ര പുരോഗതിക്കനുസരിച്ചുള്ള വിദ്യാഭ്യാസം ആർജിക്കാൻ കുട്ടികൾ സന്നദ്ധരാകണമെന്ന് എച്ച് സലാം എംഎൽഎ. അനുനിമിഷം എന്ന നിലയിൽ അതിവേഗതയിലാണ് ശാസ്ത്രത്തിന്റെ വളർച്ചയെന്നും എംഎൽഎ പറഞ്ഞു. ആലപ്പുഴയിൽ സഹോദയ സ്കൂൾ മെറിറ്റ് അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എച്ച് സലാം എംഎൽഎ. പക്ഷേ അവർ 25 ലക്ഷം 30 ലക്ഷം രൂപ വായ്പ എടുത്ത് ആ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം ആ കുട്ടിയുടെ ആഗ്രഹം അനുസരിച്ച് പഠിപ്പിക്കുന്ന രക്ഷകർത്താക്കളായിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത്തരം സന്ദർഭത്തിൽ നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാവും എത്രമാത്രമാണ് ഒരു കുടുംബം, ഒരു ഫാമിലി അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാകുന്ന കാര്യമാണ്. അത് നമുക്ക് തുടർന്നുള്ളൊരു നമ്മുടെ ലോകത്തിന്റെ ഒരു യാത്ര നമ്മൾ ശ്രദ്ധിച്ചാൽ ഇനിയും എത്രയോ അറിവുകൾ നമ്മുടെ കുട്ടികൾ നേടണം. കാരണം അത്ര വേഗതയിലാണ് ശാസ്ത്രത്തിന്റെ വളർച്ച ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വേണമെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിൽ തുടക്കകാലമാണെന്ന് പറയാം. ഒരു സ്റ്റാർട്ടിംഗ് ടൈം ആയിട്ട് പോലും നമ്മുടെ സാധാരണ ലൈഫിലേക്ക് തോന്നും. SSLC +2 വിഭാഗങ്ങളിൽ ഉന്നത വിജയം നേടിയ ജില്ലയിലെ 60 സ്കൂളുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾക്ക് എച്ച് സലാം എംഎൽഎ അവാർഡുകൾ വിതരണം ചെയ്തു. SDV സെന്റിനറി ഹാളിൽ ചേർന്ന അനുമോദന സമ്മേളനത്തിൽ സഹോദയ സ്കൂൾ കോംപ്ലക്സ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എ നൌഷാദ് അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി ആശ യതീസ്, ജോയിന്റ് സെക്രട്ടറി സിസ്റ്റർ സെബി മേരി, ട്രഷറർ ദിയാന ജേക്കബ് എന്നിവർ സംസാരിച്ചു. കേരളത്തിന് 2 കേന്ദ്രമന്ത്രിമാർ. സുരേഷ് ഗോപിയും ജോർജ് കുര്യനും മന്ത്രിസഭയിലേക്ക്. കേരളത്തിന് 2 കേന്ദ്രമന്ത്രിമാരെ കിട്ടുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. തൃശൂർ നിയുക്ത MP സുരേഷ് ഗോപിക്കൊപ്പം കോട്ടയത്തു നിന്നുള്ള BJP നേതാവ് ജോർജ് കുര്യനും മന്ത്രിയാകും. രാവിലെ പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ ജോർജ് കുര്യനും പങ്കെടുത്തിരുന്നു. ഏതു വകുപ്പായിരിക്കും നൽകുക എന്ന കാര്യം വ്യക്തമായിട്ടില്ല. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ ജോർജ് കുര്യൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഉപാധ്യക്ഷനായിരുന്നു. നീലമ്പേരൂർ കൃഷിഭവന് പറയാൻ ദുരിതകഥകൾ ഏറെയുണ്ട്. ഫയലുകൾക്കിടയിൽ മൂർഖൻ പാമ്പുകൾ വരെ സ്ഥാനം പിടിച്ചതോടെ കൃഷിഭവൻ വാടക വീട്ടിലായി. ഈരയിൽ സ്ഥിതി ചെയ്യുന്ന നീലമ്പേരൂർ കൃഷിഭവന്റെ പ്രവർത്തനമാണ് വിഷപ്പാമ്പുകളെ പേടിച്ച് വാടക വീട്ടിലേക്ക് മാറ്റിയത്. ചെറിയ മഴയിൽ പോലും കൃഷിഭവനിൽ വെള്ളം കയറുന്ന സ്ഥിതിയാണ്. വെള്ളത്തോടൊപ്പം പാമ്പുകളും ഓഫീസിലേക്ക് കയറുകയായി. പിന്നെ പാമ്പുകൾക്ക് താമസം ഫയലുകൾക്കിടയിലാണ്. അടുത്ത നാളുകളിൽ 5 തവണയോളം പാമ്പുകളെയും കുഞ്ഞുങ്ങളെയും കൃഷി ഓഫീസിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടുകയുണ്ടായി. പാമ്പിന്റെ മുട്ടകളും കണ്ടെത്തിയിരുന്നു. പാമ്പുകളെ കണ്ട് ഭയന്നോടിയ ജീവനക്കാർക്ക് വീണ് പരുക്കുപറ്റിയ സംഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വെള്ളം കയറുന്നത് കൂടാതെ മേൽക്കൂര ചോർന്നൊലിക്കുന്ന ദുരവസ്ഥയും ഇവിടെയുണ്ട്. ഫയലുകൾ വയ്ക്കുന്ന ഇരുമ്പ് റാക്കുകളും തുരുമ്പെടുത്തു തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ ദുരിതങ്ങളുടെ നടുവിലായപ്പോൾ കൃഷിഭവൻ ഇപ്പോൾ വാടക കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൃഷിഭവന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്ന് കോൺഗ്രസ് നീലമ്പേരൂർ മണ്ഡലം പ്രസിഡന്റ് M വിശ്വനാഥപിള്ള ആവശ്യപ്പെട്ടു. കേരളത്തിലെ തന്നെ ഏറ്റവും കാർഷിക വിസ്തൃതിയുള്ള നീലമ്പേരൂർ കൃഷിഭവൻ നിലവിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങേണ്ട 40 വർഷക്കാലമായി. ആ കെട്ടിടം അന്നത്തിൽ നിന്നും വളരെയധികം അതിന്റെ അടിത്തറ താഴേക്ക് താഴ്ന്നു പോവുകയും ചെറിയ മഴ പെയ്താൽ പോലും ഓഫീസിനകത്ത് വെള്ളം കയറുകയും ഓഫീസിലെ ഫയലുകളും മറ്റും നശിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെ സമീപകാലത്ത് ഇവിടെ വെള്ളപ്പൊക്കത്തോടൊപ്പം മറ്റ് ഇഴജന്തുക്കളുടെ ശല്യവും ഓഫീസിനുള്ളിൽ ഉണ്ടാവുകയും ജീവനക്കാർക്ക് അവരവരുടെ ജീവൻ രക്ഷയ്ക്കായി ഓടുകയും ഓടിയ വഴി അവർക്ക് വരുത്തി പറ്റുന്ന സാഹചര്യം വരെ ഇവിടെ ഉണ്ടായി. കാർഷിക ജനങ്ങൾക്ക് നൽകേണ്ട കാർഷിക ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ ഫലവൃക്ഷ തൈകൾ എല്ലാം ശേഖരിച്ച് സംഭരിച്ചു വെക്കുന്ന ഈ കൃഷിഭവന്റെ ഈ പ്രദേശം വളരെയധികം താഴ്ന്ന വെള്ളം കയറി നശിക്കുന്ന സാഹചര്യത്തിലാണ്. തീർച്ചയായും ഈ പുനർനിർമ്മിക്കുന്നതിനും അതുപോലെ തന്നെ ആ ഭൂമി മണ്ണിട്ട് ഉയർത്തി ഇവിടെ വരുന്ന കർഷകർക്ക് ലഭ്യമാക്കുന്ന തെങ്ങിൻ തൈയും അതുപോലെ തന്നെ ഫലവൃക്ഷ തൈകളും വെള്ളം കയറി നശിച്ച് പോകാത്ത രീതിയിൽ ഈ ഭൂമി പൊക്കി നല്ല രീതിയിൽ കെട്ടിടം പണിയുന്നതിന് അടിയന്തരമായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടാകണമെന്ന്. വിഷജീവികളെ ഭയക്കാതെ ഉദ്യോഗസ്ഥർക്കും കർഷകർക്കും ഓഫീസിലെത്താനുള്ള സാഹചര്യം സൃഷ്ടിക്കണമെന്നും അതിനായി പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്നും വിശ്വനാഥപിള്ള ആവശ്യമുന്നയിച്ചു. കുട്ടനാട് താലൂക്ക് NSS കരയോഗ യൂണിയൻ ഹ്യൂമൻ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ക്ലാസ് നടത്തി.
10ാം ക്ലാസ് മുതൽ PG വരെ പഠിച്ചുകൊണ്ടിരിക്കുന്നതും പഠിച്ചു കഴിഞ്ഞതുമായ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷകർത്താക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു പരിപാടി. ചമ്പക്കുളം പടിപ്പുരിക്കൽ ശ്രീദുർഗ NSS ഓഡിറ്റോറിയത്തിൽ ഞായറാഴ്ച രാവിലെ 10-ന് ദിശ 2024 എന്ന പേരിൽ ആരംഭിച്ച പരിപാടി NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് അംഗവുമായ ഡോക്ടർ KP നാരായണപിള്ള ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് മാറ്റങ്ങളുണ്ടായി. പ്രധാനമായി അന്നുണ്ടായ മാറ്റമെന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ. ലോകത്തെ മുഴുവൻ ഒരു രാജ്യമായി, ഒരു ഗ്ലോബൽ വില്ലേജ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ലിബറലൈസ്ഡ് ഇക്കോണമി ഉണ്ടായി. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ കുറച്ച് അയവുള്ളതാണ്. ഗ്ലോബലൈസേഷനും അതുപോലെ തന്നെ ലിബറലൈസേഷനും തുടർന്നുണ്ടായ സ്വകാര്യവൽക്കരണം, പ്രൈവറ്റൈസേഷൻ, അത് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് LPG എന്നാണ്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഒരു ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള ഒരു സന്ദർഭം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എല്ലാ മേഖലകളിലും കാര്യമായ മാറ്റമുണ്ടായി. വിദേശ മൂലധനം നമ്മളുടെ രാജ്യത്തേക്ക് ഒഴുകി. നമ്മളുടെ രാജ്യത്തെ മൂലധനം, പ്രത്യേകിച്ച് മനുഷ്യ വിഭവശേഷി, മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. ഇന്ന് നമ്മൾ ഒരു വിദേശ രാജ്യത്ത് എത്തിച്ചേരുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ, അതുപോലെ തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ എത്തിക്കഴിഞ്ഞാൽ മലയാളികൾ, ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് കേരളീയർ ധാരാളമായിട്ട് നമുക്ക് കാണാം. ഉദ്ഘാടന യോഗത്തിൽ യൂണിയൻ വൈസ് പ്രസിഡന്റ് P. രാധാകൃഷ്ണൻ നായർ അധ്യക്ഷനായിരുന്നു. യൂണിയൻ കമ്മിറ്റി അംഗം D. ഗോപാലകൃഷ്ണൻ നായർ വിഷൻ ഓഫ് ഹിന്ദുയിസം എന്ന പുസ്തകത്തിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിയൻ സെക്രട്ടറി MG അശോക് കുമാർ, യൂണിയൻ ഇൻസ്പെക്ടർ K. രാമചന്ദ്രൻ നായർ എന്നിവർ സംസാരിച്ചു. NSS പ്രതിനിധി സഭാ അംഗവും കരിയർ കൺസൾട്ടന്റുമായ രാജേഷ് രാമചന്ദ്രൻ ക്ലാസ് നയിച്ചു. SNDP യോഗം 3-ാം നമ്പർ ശാഖ കൃഷ്ണപുരം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കുട്ടനാട് യൂണിയൻ കൺവീനർ K. സന്തോഷ് ശാന്തി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു വിദ്യാസമ്പന്നരായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ആ വിദ്യാഭ്യാസം കൊണ്ട് പുരോഗതി നേടുന്നതിന് വേണ്ടിയാണ് ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുക്കുമ്പോൾ പോലും ആ അനുമതി കൊടുത്ത 8 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസമായി, ഒന്നാമത് വിദ്യാഭ്യാസവും ഏറ്റവും അവസാനം ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നൊക്കെ നമ്മൾ വിരൽത്തുമ്പിലാണ് ലോകം എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ 90 വർഷങ്ങൾക്ക് മുമ്പ് ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുത്തപ്പോൾ അവിടെ നൽകിക്കൊടുത്ത ആ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുദേവ തൃപ്പാദങ്ങൾ നമുക്ക് പകർന്നു നൽകിയിട്ടുള്ള സന്ദേശം നമ്മുടെ കുഞ്ഞു മനസ്സുകളിലേക്ക് എത്തിക്കേണ്ടതും ആ ഗുരുവിൻ്റെ സന്ദേശമാണ്. ഒരു മനുഷ്യനായി ജീവിക്കുവാൻ, ഒരു നല്ല വ്യക്തിത്വമായി ജീവിക്കുവാൻ, നല്ല പൊതുസമൂഹത്തിൽ മാന്യമായി ജീവിക്കുവാനൊക്കെയുള്ള അവകാശങ്ങൾ അതിന് സംരക്ഷിക്കപ്പെടുവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ ദർശനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. യോഗത്തിൽ ശാഖാ പ്രസിഡന്റ് PP റെജി അധ്യക്ഷനായിരുന്നു. യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി സജിനി മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. ശാഖാ സെക്രട്ടറി PR ഹരിദാസ്, വൈസ് പ്രസിഡന്റ് AG പ്രകാശൻ, കമ്മിറ്റി അംഗങ്ങളായ VS ഋഷികേശൻ, T പ്രകാശൻ, PC ബൈജു, ലൈല ശിവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനാട് യൂണിയൻ കൺവീനർ സന്തോഷ് ശാന്തി, യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി സജിനി മോഹനൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഊരുകരി പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ ആദരവ് നൽകി. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങുകൾ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV പ്രിയ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. 2018 വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ നാട് മുഴുവൻ മുങ്ങിത്താണപ്പോൾ 2 നിലയുള്ള വീടിന്റെ 1-ാം നില മുഴുവൻ വെള്ളത്തിൽ മുങ്ങി, 2-ാം നിലയും വെള്ളത്തിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോൾ അതിന്റെ മുകളിലുള്ള തന്റെ സഹോദരങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി തീരദേശങ്ങളിൽ നിന്ന് കൊച്ചു തങ്ങളുടെ വള്ളങ്ങളുമായി ഇവിടെ എത്തിയ മത്സ്യത്തൊഴിലാളികൾ, അവർ ശരിക്കും അവിടെ സാഹോദര്യം എന്താണ് എന്ന് തെളിയിച്ചവരാണ്. കാരണം അവർക്ക് അറിയില്ലായിരുന്നു അവിടെ ചെങ്ങന്നൂരാരാണ്, തിരുവല്ലയിലാരാണ്, മാന്നാറിലാരാണുള്ളത് ഒന്നും അവർക്കറിയില്ല. പക്ഷെ ആ സാഹോദര്യത്തിന്റെ ഭാഷ്യമാണ്, ആ സാഹോദര്യത്തിന്റെ നന്മയാണ് ആ മത്സ്യത്തൊഴിലാളികളെ അങ്ങോട്ടേക്ക് എത്തിച്ചത്. ശ്രീനാരായണ ഗുരുദേവന്റെ
ആദ്യത്തെ കത്തിച്ചൊലിക്കുന്ന വാക്യം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണ് ദേവാലയം. അതുപോലെ ആവണം വിദ്യാലയം, അതുപോലെ ആകണം കുടുംബം. വിദേശ രാജ്യങ്ങളുടെ സ്കോളർഷിപ്പോടുകൂടി ഉന്നത പഠനം പൂർത്തിയാക്കിയ സ്നേഹ സണ്ണി, നിയമപഠനം പൂർത്തീകരിച്ച ടോണി ആന്റണി, ഐഡിയ സ്റ്റാർ സിംഗർ ഗോകുൽ ഗോപകുമാർ, രാജ്യത്തിന്റെ റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുത്ത ജോയൽ ജോമോൻ എന്നിവരെയും ഇതേ ചടങ്ങിൽ ആദരിച്ചു. യോഗത്തിൽ രാമഗിരി ഗ്രാമപഞ്ചായത്ത് അംഗം KP അജയഘോഷ് അധ്യക്ഷനായിരുന്നു. പുതുക്കരി സെന്റ് സേവേഴ്സ് പള്ളി വികാരി ഫാദർ ജോർജ് കപ്പാമൂട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കേരള ഗവൺമെന്റ് അസിസ്റ്റന്റ് സെക്രട്ടറി GGC ഡൊമിനിക് ഉപഹാര സമർപ്പണം ചെയ്തു. പൗരാവലി കൺവീനർ AG മംഗളാനന്ദൻ, വെളിനാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രമോദ് ചന്ദ്രൻ, രാമഗിരി ഗ്രാമപഞ്ചായത്ത് അംഗം ഷീന റജപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ DYFI നാരായണക്കല്ല് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും ഇതോടൊപ്പം വിതരണം ചെയ്തു. DYFI സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമാണ് പഠനോത്സവ ക്യാമ്പയിനും പഠനോപകരണ വിതരണവും നടത്തിവരുന്നത്. ഇതിന്റെ ഭാഗമായി നാരായണക്കല്ല് യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പഠനോപകരണ വിതരണം DYFI കുട്ടനാട് ബ്ലോക്ക് സെക്രട്ടറി ജോജോ ആന്റണി ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ CPIM കുന്നുമ്മ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PV രാമഭദ്രൻ അനുമോദിച്ച് സംസാരിച്ചു. യോഗത്തിൽ ശാന്തി സുമേഷ് അധ്യക്ഷയായിരുന്നു. ബിജിൻ R ഭദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ചങ്ങനാശ്ശേരി ചീരംചിറ സീഡ് സോഷ്യൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടികൾ ശ്രദ്ധേയമായി. വയലോരത്ത് വൃക്ഷത്തൈകൾ നട്ടും തോട്ടിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തുമായിരുന്നു ക്ലബ് അംഗങ്ങൾ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചത്. വയലോരം മുതൽ ഇടത്തറ കടവ് വരെയുള്ള തോട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ക്ലബ് അംഗങ്ങൾ വള്ളത്തിൽ സഞ്ചരിച്ചാണ് നീക്കം ചെയ്തത്. ഇതിന്റെ ഭാഗമായി ചേർന്ന സമ്മേളനം വാഴപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഷിൻ തലക്കുളം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ക്ലബ് പ്രസിഡന്റ് റൂബിൻ വർഗീസ് അധ്യക്ഷനായിരുന്നു. ടോം നാഗത്തിൽ, ബിജു കൈനിക്കര, മനോഷ് മാമൻ തുടങ്ങിയവർ പങ്കെടുത്തു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന അധ്യക്ഷനായിരുന്ന അഡ്വക്കേറ്റ് PR ദേവദാസിന് പ്രണാമം അർപ്പിച്ച് കുട്ടനാട് താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ യോഗം ചേർന്നു. മങ്കൊമ്പിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം ബിനു ഐസക് രാജു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിശ്വകർമ്മ സഭയ്ക്ക് വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ച ഒരു വലിയ മഹാത്മാവായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. 1956 നമ്മുടെ കുട്ടനാട്ടിലെ ഈ ചമ്പക്കുളത്ത് അദ്ദേഹം ജനിക്കുകയും പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം നമ്മുടെ ST കോളേജ് ആലപ്പുഴയിൽ ബിരുദാനന്തര ബിരുദമായി നമ്മുടെ ഹിസ്റ്ററിയിൽ ചരിത്രത്തിൽ എടുക്കുകയും അദ്ദേഹം 24-ാമത്തെ വയസ്സിൽ തന്നെ കൃഷി വകുപ്പിൽ ജോലി നേടുകയും ചെയ്തു. 24-ാമത്തെ വയസ്സിൽ ജോലി എത്തിയ ഒരു യുവാവ് ഒരു സഭയ്ക്ക് വേണ്ടി, വിശ്വകർമ്മ സഭയ്ക്ക് വേണ്ടി ജോലി രാജിവെച്ച് ആ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കാണിച്ച മനസ്സ് എന്ന് പറയുമ്പോൾ എത്രമാത്രം നമ്മുടെ ഈ വിശ്വകർമ്മ സഭയെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. സാഹിത്യത്തിലായിരുന്നാലും ചരിത്രത്തിലായിരുന്നാലും അദ്ദേഹത്തിന് നല്ല പ്രാവീണ്യം ഉണ്ടായിരുന്നു. സമ്മേളനത്തിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KR ഗോപകുമാർ അധ്യക്ഷനായിരുന്നു. യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് D ഗോപാലകൃഷ്ണൻ അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി KT ബാബു, BJP ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ, DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ്, CPIM കുട്ടനാട് ഏരിയ സെക്രട്ടറി G ഉണ്ണികൃഷ്ണൻ, യൂണിയൻ ഭാരവാഹികളായ VL മനോജ്, KG ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. യുവകലാസാഹിതി ചങ്ങനാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി വാരാചരണം നടത്തി. അന്തരിച്ച പരിസ്ഥിതി പ്രവർത്തകൻ CD ബാബുവിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ വസതിയിലായിരുന്നു ഇത് സംബന്ധിച്ച യോഗം ചേർന്നത്. യോഗം യുവകലാസാഹിതി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ജോസ് ചമ്പക്കര ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KR സാബുരാജ് അധ്യക്ഷനായിരുന്നു. CPI ജില്ലാ കമ്മിറ്റി അംഗം ഷേർലി ഹരികൃഷ്ണൻ CD ബാബുവിന്റെ സഹധർമ്മിണിയെ ഷാൾ അണിയിച്ച് ആദരിച്ചു. യുവകലാസാഹിതി സംസ്ഥാന കമ്മിറ്റി അംഗം സോജൻ ശ്രീധരൻ പരിസ്ഥിതി സംരക്ഷണ ഗാനം ആലപിച്ചു. മണ്ഡലം സെക്രട്ടറി ഐക്കുഴി ശശി, ജോയിന്റ് സെക്രട്ടറി അജയൻ പുഴവാത്, IPTA മണ്ഡലം പ്രസിഡന്റ് ഹരിദാസ് വടക്കേക്കര,
സെക്രട്ടറി സുൽഫി പത്താൻ തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി 1-ാം നമ്പർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ യുവാവിന്റെ കുത്തേറ്റ് 22 വയസ്സുള്ള അസം സ്വദേശിനിക്ക് ഗുരുതര പരിക്ക്. അസംകാരൻ തന്നെയായ 25 വയസ്സുള്ള മധുജ ബറുവായാണ് പ്രതി. ഉച്ചകഴിഞ്ഞ് 2:30യോടെയാണ് സംഭവം നടന്നത്. ഇരുവരും തമ്മിലുള്ള വിവാഹം നടന്നതാണെന്നും അല്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. കൊച്ചിയിൽ ബോട്ട് ജീവനക്കാരനാണ് പ്രതിയെന്നാണ് സൂചന. ഇയാൾ ചങ്ങനാശ്ശേരിയിൽ വന്നപ്പോൾ യുവതി മറ്റാരുമായോ സംസാരിച്ചു നിൽക്കുന്നത് കണ്ടതാണ് പ്രകോപനം സൃഷ്ടിച്ചതെന്ന് പറയപ്പെടുന്നു. യുവതിയുടെ വയറിനും നെഞ്ചത്തുമൊക്കെ നിരവധി കുത്തുകൾ ഏറ്റെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. യുവതിയെ കുത്തിയതിനു ശേഷം ഓടിക്കളഞ്ഞ പ്രതിയെ മുനിസിപ്പൽ ആർക്കേഡിന് സമീപം നാട്ടുകാർ കീഴ്പ്പെടുത്തുകയായിരുന്നു. പ്രതിയുടെ കയ്യിലും മുറിവേറ്റിട്ടുണ്ട്. ഇരുവരും ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രണ്ടുപേരും അസമിലെ ധേമാജി ജില്ലയിൽ നിന്നുള്ളവരാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. വർഷങ്ങൾ നീണ്ട ഇൻഡോ മെക്സിക്കൻ പ്രണയകഥ തിങ്കളാഴ്ച ചങ്ങനാശ്ശേരിയിൽ സാഫല്യമാവുകയാണ്. മെക്സിക്കോക്കാരൻ സാം സെബേഡയും ചങ്ങനാശ്ശേരിക്കാരി ഷാർലറ്റുമാണ് നാളെ വിവാഹിതരാകുന്നത്. അമേരിക്കയിലെ ഹൈസ്കൂൾ പഠനകാലത്താണ് മെക്സിക്കൻ പൗരൻ സാം സെബേഡയുമായി ഷാർലറ്റ് സൗഹൃദത്തിലായത്. ആ സൗഹൃദം കൂടുതൽ ദൃഢമായതോടെ ഒരുമിച്ച് ജീവിക്കാൻ ഇരുവരും തീരുമാനിക്കുകയായിരുന്നു. കേരളത്തിലെ മെക്സിക്കോയിലെ ഒരു ആംബിയൻസ് കേരളത്തിലും, അപ്പം അങ്ങനെ അവിടുത്തെ അവരുടെ ഫാമിലിയെ എനിക്ക് കാണിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെല്ലാം ഇവിടെ ഇൻവൈറ്റ് ചെയ്തു. സാമിന്റെ ഫാമിലി എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഒരുമിച്ച് എൻ്റെ ഫാമിലി ഇൻക്ലൂഡ് ചെയ്ത് ഒരു വെഡിങ് നടത്താൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവിടുന്ന് എത്ര പേര് വന്നിട്ടുണ്ട്? അവിടുന്ന് 9 പേര് വന്നിട്ടുണ്ട്. കോളേജ് എല്ലാം ഒരുമിച്ച് പോയതാണ്. സാം ഇപ്പം മെഡിക്കൽ സ്കൂളിലേക്ക് ആപ്ലിക്കേഷൻ കിട്ടി. ഞാൻ നേഴ്സായിട്ട് അവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ ഫ്യൂച്ചർ ഡോക്ടറും ഇവിടെ നേഴ്സും. പ്രണയം തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് തുടങ്ങിയതേ ഉള്ളൂ. അതിപ്പോഴും ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ള ഒരു പ്രണയമാണ്. അവിടെയാണ് പഠിച്ചതൊക്കെ? എല്ലാം അവിടെ പഠിച്ചതാ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കോളേജ് എല്ലാം ഒരുമിച്ച് പോയത്. 17 വർഷം മുമ്പ് അമേരിക്കയിലേക്ക് ചേക്കേറിയ വിൻസെന്റിന്റെയും റാണിയുടെയും മകളാണ് ഷാർലറ്റ്. മെക്സിക്കൻ വംശജരായ ഹുവാൻ മരിയ ദമ്പതികളുടെ മകനാണ് സാം. മെക്സിക്കൻ ഭൂപ്രകൃതിയോട് സാമ്യമുള്ള കേരളത്തിൽ വെച്ച് വിവാഹം നടത്താനാണ് സാമും കുടുംബവും കേരളത്തിൽ എത്തിയത്. കേരളത്തിൽ വന്നാൽ ജീവിക്കാനുള്ള അത്യാവശ്യം കുറച്ച് മലയാളവും സാം പഠിച്ചെടുത്തിട്ടുണ്ട്. Very good, very good. I love the state, I love the people, I love the food. It's been a very good experience meeting her family and all the friends and cousins and neighbors. You're always hungry, so you know what to say. Oh yeah, so I'm always hungry. So the first thing they taught me was Inikie Bashikunu, and then Inikie Kahikunu. Kahikunu. So with those, you know the basics. I know the basics to to survive in Kerala for right now. Yeah. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ ആടിയും പാടിയുമാണ് ഇരുവരും സന്തോഷം പങ്കിട്ടത്. വേമ്പനാട്ട് കായലിനെയും ബന്ധുക്കളെയും സാക്ഷിയാക്കി ഇരുവരും കഴിഞ്ഞ ദിവസം മോതിരം കൈമാറി. തിങ്കളാഴ്ച ചങ്ങനാശ്ശേരി വെരൂർ സെന്റ് ജോസഫ് പള്ളിയിലാണ് വിവാഹം. മെക്സിക്കോയിൽ നിന്ന് ആയിരക്കണക്കിന് മൈൽ താണ്ടി വേമ്പനാട്ട് കായലിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇനിയും വരുമെന്ന് ഇവർ പറയുന്നു. വിവാഹ ജീവിതവും ഡോക്ടറാകാനുള്ള പഠനവും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇരുവരും. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6565 രൂപ, പവന് 52,520 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.